നമ്മളൊരു നോർമൽ 28 സൈക്കിൾ പീരിയഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മിത്താണെന്ന് ഞാൻ പറയും. ഒരു 28 ഡേ സൈക്കിൾ പീരിയഡ് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ലേഡിയും ഇല്ല. ഞാൻ ജനറലി പറയാറ് നിങ്ങളൊരു 24 to 35 ഡേ സൈക്കിളാണ് നോക്കേണ്ടത്. ചില ആൾക്കാർക്ക് 24 ഡേയ്സിലായിരിക്കും സൈക്കിൾ വരുന്നത്, ചിലർക്ക് പെർഫെക്റ്റ്ലി 28 വരാം, അത് വളരെ റെയറായിട്ടാണ് അങ്ങനെ വരുന്നത്. ചിലർക്ക് ചിലപ്പോൾ 35 ആയിരിക്കും. പക്ഷേ നോർമലി ഒരു 35 ഡേയ്സിൽ സൈക്കിൾ നടക്കുന്ന ഒരു സ്ത്രീക്ക് പെട്ടെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് 28 ആയിട്ട് മാറുന്നു. സ്റ്റിൽ അത് നോർമലാണ്. പിന്നീട് പെട്ടെന്ന് പാറ്റേൺ മാറിയിട്ട് 24ലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ എന്തോ പ്രശ്നമുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രോബ്ലം നമ്മൾ അനലൈസ് ചെയ്യുന്നത് പീരിയഡ് സൈക്കിൾ വെച്ചിട്ടാണ്. സൈക്കിൾ നമ്മൾ 28 ഡേ അല്ല 29 ഡേ ആണെന്ന് പറയുമ്പോഴേക്കും സൈക്കിൾ റോങ് ആണെന്ന് പറയാൻ പറ്റില്ല. യൂഷ്വലി ഒരു പാറ്റേണിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്ക് പെട്ടെന്ന് ആ പാറ്റേൺ മാറി വരുന്ന സമയത്താണ് ഇഷ്യൂസ് അറൈസ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ പറയേണ്ടത് ഈ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, പീരിയഡ് എല്ലാ മന്തും വരുന്നില്ലേ എന്നുള്ളത് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 35 ഡേയ്സിലെങ്കിലും റിപ്പീറ്റഡ് സൈക്കിൾസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ, ആ സൈക്കിളിൽ ഒരു മിനിമൽ പെയിന്, നമുക്ക് യൂഷ്വലി ഒരു പീരിയഡിൻ്റെ പെയിന് അല്ലാത്ത പക്ഷം പെയിൻ വരുന്നത് നോർമലല്ല. എന്നാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു വേദന ആദ്യത്തെ 1-2 ദിവസം വരുന്നത് നോർമലാണ്. 7 to 8 ഡേയ്സ് വരെ സൈക്കിൾ നീണ്ടു നിൽക്കുന്നത് നോർമലാണ്. എന്നാൽ ഇൻ്റർ മെൻസ്ട്രൽ ബ്ലീഡിങ് നോർമലല്ല. ഒരു പീരിയഡിൻ്റെയും മറ്റൊരു പീരിയഡിൻ്റെ ഇടയിൽ സ്പോട്ടിങ് കാണുക, അത് ചില സമയത്ത് നിങ്ങൾക്ക് ഓവുലേഷൻ പീരിയഡിൽ ചെറിയൊരു ബ്ലഡ് സ്പോട്ട് കാണാം, ദാറ്റ് ഇസ് ക്വൈറ്റ് നോർമൽ. ഒരു തവണ അത് വരുള്ളൂ. അത് കൂടാതെ എക്സസീവ് ബ്ലീഡിങ് ഇടയിൽ കാണുന്നതൊന്നും നോർമലല്ല. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഗട്ട് ഡോക്ടർ ചോദിച്ചത് ഇപ്പോൾ ബ്രെയിൻ ആയിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ ബ്രെയിൻ ആയിട്ടെന്ന് പറയുമ്പം ഞാൻ നേരത്തെ സ്ട്രെസ്സ് പറഞ്ഞത് തന്നെയാണ്. സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് ഇവിടെ ഒരു ഹൈപ്പത്തലാമോ പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സിസ് ഉണ്ട്. അത് പ്രകാരമാണ് ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും പീരിയഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ഡേയ്സ് കഴിയുമ്പോൾ പീരിയഡ് ആവണം, ഇത്ര ഡേയ്സ് കഴിയുമ്പോൾ ഈസ്ട്രജൻ കൂടണം. അങ്ങനെ ഈസ്ട്രജൻ കൂടുമ്പോൾ മാത്രമേ അവിടെ ഷെഡിങ് ഫോളിക്കിൾസ് ഡെവലപ്പ് ആവുന്നുള്ളൂ. FSH കൂടണം, അപ്പോഴേ ഫോളിക്കിൾസ് ഡെവലപ്പ് ആവൂ. ഈസ്ട്രജൻ പീക്കിലെത്തുമ്പോൾ മാത്രമേ ഓവുലേഷൻ നടക്കൂ. അത് കഴിഞ്ഞാൽ ഈസ്ട്രജൻ ഡ്രോപ്പ് ആവണം, നമുക്ക് പ്രൊജസ്ട്രോൺ കൂടണം. ഈ ഒരു പാറ്റേൺ വന്നെങ്കിൽ മാത്രമേ യൂട്രസിൻ്റെ അകത്ത് കൃത്യമായിട്ട് തടിപ്പുകൾ, അതായത് എൻഡോമെട്രിയൽ ലൈനിങ്, ഒരു കുഞ്ഞിനെ വഹിക്കാനുള്ള രീതിയിലുള്ള ലൈനിങ് വരുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഉള്ള ഒരു ഷെഡിങ് ആണ് മെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സിസ്, ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സിസ് നമ്മൾ പറയാം. ഈ ആക്സിസിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക്, ചെയിൻ ബ്രേക്ക് വന്നാലും ഇതൊന്നും പ്രോപ്പറായിട്ട് നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ബ്രെയിനായിട്ട് നല്ല റിലേഷൻ ഉണ്ട്. ബ്രെയിൻ സിഗ്നൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർമോണിൻ്റെ പുറമെ തന്നെ ബോഡി കൊടുക്കേണ്ട ചില സിഗ്നൽസിൽ ബ്രേക്ക് വരാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ പീരിയഡിന് അവിടെ പ്രോബ്ലംസ് വരും. ഡോക്ടർ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ OPയിൽ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. അപ്പോൾ അവരോട് ഈ മെൻസസിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് 2 മാസത്തിൽ ഒരു തവണയാണ് മെൻസസ് ആവാന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അങ്ങനെ തന്നെയാണോ എപ്പോഴും ആവാറ്, സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണോ? അപ്പോൾ അവർ പറഞ്ഞ്, ഞാൻ ചോദിച്ചു മെൻസസ് ആയത് മുതലേ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞ് യെസ്, 2 മാസത്തിൽ ഒരിക്കലാണ് എനിക്ക് എപ്പോഴും ആവൽ. കുട്ടികളൊക്കെ ആയോ? അപ്പോൾ അത് നോർമലാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. അതായത് 2 മാസത്തിൽ ഒരിക്കൽ അവർക്ക് നോർമലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ ഒരു സൈക്കിളിൻ്റെ കണക്കൊന്നുമില്ല, ഓരോരുത്തർക്ക് ഓരോ പോലെയാണ് ഡോക്ടർ പറഞ്ഞത്. അതെ, അതൊരു എപ്പോഴും നിങ്ങളൊരു പെർട്ടിക്കുലർ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഞാൻ പറഞ്ഞ ഒരു 35 ഡേ സൈക്കിൾ മാക്സിമം ലെങ്ത്ത് പോകുമ്പോൾ അതൊരു ഇഷ്യൂ അല്ല. എവറി 35 ഡേയ്സിൽ നിങ്ങൾക്കൊരു ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ അതൊരു ഇഷ്യൂ അല്ല. എന്നാൽ നിങ്ങൾക്ക് അത് 40+ പോകുന്നുണ്ട്, 45+ പോകുന്നുണ്ട്, അത് അവിടെയാണ് ആ പ്രോബ്ലം വരുന്നത്. മന്ത്ലി സൈക്കിൾ എന്ന് പറയുമ്പം ചിലപ്പോൾ നമുക്ക് ഫെബ്രുവരി ലാസ്റ്റ് ഒരു പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് മാർച്ച് ലാസ്റ്റിൽ തന്നെ കിട്ടണമല്ലോ, ഏപ്രിൽ ഫസ്റ്റിൽ വരാം. അപ്പോൾ ചില ആൾക്കാർ മനസ്സിലാക്കുന്നത് നമുക്ക് 35 ഡേയ്സേ അപ്പോഴും ആയിട്ടുള്ളൂ. ചില ആൾക്കാർ മനസ്സിലാക്കുന്നത് മാർച്ച് മാസത്തിൽ പീരീഡ് ആയിട്ടില്ല, സോ ദർ ഈസ് എ പ്രോബ്ലം, മാർച്ചിൽ പീരീഡ് ആയിട്ടില്ല എന്നാൽ. അത് നമ്മളൊരു മന്തിൻ്റെ ബേസിസിൽ ഒരിക്കലും കണക്കാക്കരുത്. നിങ്ങളുടെ ബോഡിയുടെ സൈക്കിളാണത്. അത് ഫെബ്രുവരിയോ മാർച്ചോ ഓഗസ്റ്റോ ഡിസംബറോ ഒന്നും പാറ്റേണിലല്ല പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫെബ്രുവരി ലാസ്റ്റിൽ വന്നാൽ ചിലപ്പോൾ മാർച്ച് സ്കിപ്പായി ഏപ്രിൽ ബിഗിനിങ്ങിൽ വരാം. പക്ഷേ ഏപ്രിൽ ആഫ്റ്റർ 15th ഒക്കെ ശേഷമാണ് വരുന്നതെങ്കിൽ ആ ലാസ്റ്റ് പകുതിയിലേക്ക് ആകുമ്പോൾ ദർ ഈസ് എ ഡിലേ. അപ്പോൾ ആ ഡിലേ എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ഈ സിഗ്നൽ പ്രോബ്ലം ആയിരിക്കാം, ഗട്ട് ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം, നിങ്ങളുടെ സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജനറലി നിങ്ങൾക്ക് ഓവറിയിൽ ഫോളിക്കിൾസ് നിറഞ്ഞ് കുമിളകൾ പോലെ സിസ്റ്റ് കുമിഞ്ഞു കൂടിയിട്ടുള്ള ഓവറിയിൽ PCOD എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് മാറിയതുമായിരിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ പാറ്റേണിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഡോക്ടർ, ഈ ലിവറും PCOD തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? യെസ്, അത് വേറൊരു വഴിയിലാണ് ചോദിക്കുന്നത്. ലിവർ യൂഷ്വലി എന്തിനാണ്? നമുക്ക് മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ, ഊർജ്ജം കറക്റ്റ് ചെയ്യാൻ, നമ്മുടെ എനർജി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിവർ. അപ്പോൾ ഈ ലിവർ ആക്ച്വലി എക്സസ് വരുന്ന ഹോർമോൺസിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ലിവർ. അപ്പോൾ ഈസ്ട്രോജൻ എക്സസ് ബോഡിയിലുണ്ട്. അപ്പോൾ ഈ ഹോർമോൺസിനെ എല്ലാം ലിവർ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതത് സ്ഥാനത്തേക്ക് എത്തിക്കും, നമ്മുടെ ബ്ലഡിലേക്ക് സർക്കുലേറ്റ് ചെയ്യേണ്ടതിനെ കറക്റ്റ് രീതിയിൽ സർക്കുലേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഹോർമോൺസിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹോർമോണൽ ഇംബാലൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ PCOD ജനറലി ഉള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളൊരു സാഹചര്യം ഉണ്ടാവും.
അപ്പോൾ ബ്ലഡിൽ ഷുഗർ എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. ലിവറിന് പിന്നെ ഓവർലോഡ് വരാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരു വ്യക്തിനെ സംബന്ധിച്ച് ലിവറിന് ഓവർലോഡ് വരുമ്പോൾ ലിവറിൻ്റെ ഫംഗ്ഷൻ കറക്റ്റ് ആവില്ല. അപ്പോൾ ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാന്നുള്ളൊരു മെയിൻ ഫംഗ്ഷൻ ലിവർ ചെയ്യില്ല. ഫർദർ ഇറ്റ് വിൽ കോസ് മോർ ഇൻഫ്ലമേഷൻ, വീണ്ടും ഇൻഫ്ലമേഷൻ കൂടും. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാകും. അതുകൊണ്ടാണ് PCOD ഫാറ്റി ലിവറും ലിങ്ക്ഡ് ആണ്. പല PCOS കേസുകളും നിങ്ങൾ റിപ്പോർട്ട് നോക്കുമ്പോൾ ഫാറ്റി ലിവറാണ് കൂടെ കാണാറുണ്ട്. അപ്പോൾ ഇത് ഒരു പർട്ടിക്കുലർ രോഗം ആയിട്ട് അല്ലെങ്കിൽ ഒരു അവയവത്തിനെ മാത്രം ബാധിക്കുന്നു, മേ ബി എൻ്റെ ഓവറീസ് അല്ലെങ്കിൽ മേ ബി എൻ്റെ യൂട്രസ് ബാധിച്ചു എന്നുള്ളതിനുപരി ഐ എം ടോട്ടലി എഫക്റ്റഡ്. ആ ഒരു പേഷ്യൻറ്റ് ഞാൻ മൊത്തത്തിൽ എഫക്റ്റ് ആയിട്ടുണ്ട്. അത് ബ്രെയിൻ ലെവലിലാണെങ്കിലും ഗട്ട് ലെവലിലാണെങ്കിലും ലിവർ ലെവലിലാണെങ്കിലും ഞാൻ എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പേഷ്യൻ്റ് ആസ് എ ഹോൾ, പേഴ്സൺ ആസ് എ ഹോളാണ് എഫക്റ്റ് ആവുന്നത് ഈ ഒരു കണ്ടീഷനിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ നമ്മൾ ഡീൽ ചെയ്യുമ്പം ഓവറോൾ ഹിസ്റ്ററി വേണം. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മളടുത്ത് വരുമ്പോൾ അന്ന് രാവിലെ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞ മാസം എന്നാണ് പീരീഡ് ആയതെന്ന് വെച്ചിട്ട് ഒരാൾക്കും നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല PCOD ക്യൂർ ചെയ്യാം എന്ന് എവിടെയും പറയാനും പറ്റില്ല. PCOD ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്. ക്യൂർ ചെയ്യണമെങ്കിൽ പേഷ്യൻ്റെ സൈഡിൽ നിന്ന് അതിൻ്റേതായ എഫേർട്ടുകൾ വരണം, എങ്കിൽ മാത്രമേ അത് ക്ലിയർ ചെയ്യാൻ പറ്റൂ.